ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി കെ വേണ്ടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ AR മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. ജിതിൻ ലാലാണ് നമ്മുടെ ഈ ARMന്റെ ഡയറക്ടറായിട്ട് വന്നിരിക്കുന്നത്. മൂവിയെ കുറിച്ച് പറയുവാണെങ്കിൽ ടൊവിനോ, അതുപോലെ തന്നെ സുരഭി ലക്ഷ്മി, ഐശ്വര്യ രാജേഷ്, പിന്നെ കൃതി ഷെട്ടി, സുധീഷ്, പിന്നെന്താണ് നമ്മുടെ രോഹിണി ചേച്ചി, പിന്നെ അജു വർഗീസ്, ബേസിൽ ജോസഫ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പറാണ് എല്ലാവരുടെയും. പിന്നെ എടുത്തു പറയാനുള്ളത് എല്ലാവരുടെയും കോംബോയാണ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സാണ് ടൊവിനോ അഭിനയിച്ചേക്കുന്നത്. ഒന്ന് കേളു, പിന്നെ മാണിക്യം, പിന്നെ നമ്മുടെ അജയൻ. അങ്ങനെ 3 ക്യാരക്ടേഴ്സായിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ഇത് 3 പേരുടെയും കോംബോയും സൂപ്പറാണ്. ആദ്യത്തെ കോംബോ എന്നൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, കുറച്ച് പാർട്ടുകളാണ്. ലാസ്റ്റാണ് നമുക്ക് ഒരുപാട് ഉള്ളത്, ഷോർട്സ് ഒരുപാടുള്ളത്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ടൊവിനോ ഫാനാണ്, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി മൂവി തന്നെയാണ്. കുറേ നാൾ ടൊവിനോയുടെ മൂവി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കിട്ടുന്ന ഒരു മൂവി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി മൂവിയാണ്. പിന്നെ എടുത്തു പറയാനുള്ളത് അതിനകത്ത് സ്റ്റണ്ടാണ്. അതുപോലെ തന്നെ മറ്റേ കളരിയുടെയൊക്കെ സ്റ്റെപ്പുകളെന്ന് പറഞ്ഞാൽ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. എനിക്ക് ഈ 3 ക്യാരക്ടേഴ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മാണിക്യത്തിൻ്റെയാണ്. എന്ന് പറഞ്ഞാൽ കള്ളൻ്റെ അത് ഒരു രക്ഷയില്ല, എന്ത് അഭിനയമാണോ, ഒരു രക്ഷയില്ലെന്ന് അഭിനയമായിരുന്നു കേട്ടോ. അപ്പം ടൊവിനോയുടെ ഫാൻസ് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടും. അത് ടൊവിനോയുടെ ഫാൻസ് മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. എനിക്കത് ഇപ്പോഴത്തെ യങ് ജനറേഷനിലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പഴയ ജനറേഷനിലുള്ളവർക്ക് കുറച്ച് അറിയത്തില്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഓരോരുത്തർക്ക് പേഴ്സണൽ ചോയ്സാണ്, ഓരോരുത്തർക്ക് പലർക്കും പല ഇഷ്ടങ്ങളാണ്. ഓക്കെ, അത് പോട്ടെ. അപ്പം ഈ മൂവിയെക്കുറിച്ച് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സുരഭി ലക്ഷ്മിയുടെ അഭിനയം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് അഭിനയിച്ചേക്കുന്ന ഒരു രക്ഷയില്ലാത്ത നല്ല ക്യാരക്ടറാണ് സുരഭി ലക്ഷ്മി. അത് അടിപൊളിയായിട്ട് സുരഭി ലക്ഷ്മി അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം പിന്നെ പറയാനുള്ളത് ബേസിലിൻ്റെ ആയാലും, ബേസിൽ അജയൻ കോംബോ ഒക്കെ പൊളിയാണ്, അടിപൊളിയാണ്. ബേസിലിൻ്റെ സിനിമ നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ട് നമുക്കറിയാം നല്ല കോമഡി തന്നെയാണ്. അവർ രണ്ടിലെ കോംബോ സൂപ്പറായിരുന്നു. പിന്നെ അജു വർഗീസിൻ്റെ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. സാധാരണ അജു വർഗീസിൻ്റെ കോമഡിയാണ് പൊതുവെ കാണാറുള്ളത്, ഇത് പക്ഷേ കുറച്ച് സീരിയസ് ആയിട്ടുള്ളത്. എന്നാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പോലീസായിട്ട് വന്ന പേര് കറക്റ്റായിട്ട് അറിയാവേ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ ഒരു മൂവി, അടിപൊളി മൂവി. ഒന്നും പറയാനില്ല, ഒരു നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല. നല്ല എല്ലാ സീനറീസ് ആയാലും അതിനകത്ത് ഓരോ 3D ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടും, അടുത്ത് കാണുന്ന ഒരു ഫീല് വരും. അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ARM തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ. നമ്മൾ TV വരുന്നത് ഒരു വെയിറ്റ് ചെയ്യാണ്ട് 3D മൂവിയായിട്ട് കാണുന്നതാണ് കുറച്ചും കൂടെ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെടും. എനിക്ക് എന്തായാലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. സമയം എന്നുണ്ടോ 10:35 ആയിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രി വന്ന ഉടനെ എടുത്ത ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, നമ്മുടെ പഴയ വീഡിയോസുകളെല്ലാം കാണുക കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ 50K സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ 50Kയിലോട്ട് എത്തിച്ചേരാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.